14-ാം വയസ്സിൽ ഇംഗ്ലീഷിൽ രണ്ടാം കവിതാ സമാഹാരം പുറത്തിറക്കാൻ ഒരുങ്ങി 9-ാം ക്ലാസ്സുകാരി. കണ്ണൂർ സ്വദേശിയും ഹൈദരാബാദിൽ താമസക്കാരിയുമായ തമാര നമ്പ്യാരാണ് സാഹിത്യ രചനാ രംഗത്തേക്ക് ചുവടുറപ്പിക്കുന്നത്. പുതിയ കവിതാ സമാഹാരം ബ്രൂയിസസ് ആൻഡ് ബട്ടർഫ്ലൈസ് തിരുവനന്തപുരത്ത് പ്രശസ്ത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്യും. With its broken wings, both bruised and torn, it flies on, happy with its solitude and simple life. 5-ാം വയസ്സിൽ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലെത്തിയപ്പോഴാണ് തൻ്റെ ഒരു ദിവസത്തെ സന്തോഷം കുഞ്ഞു തമാര പേപ്പറിലേക്ക് പകർത്തിയത്. ഇത് കണ്ട മുത്തശ്ശനും തിരുവനന്തപുരം ദൂരദർശൻ ആദ്യ ഡയറക്ടറുമായിരുന്ന കെ കുഞ്ഞികൃഷ്ണനാണ് തമാരയിലെ രചനാശേഷിയെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹനം നൽകിയത്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള 45ഓളം കവിതകൾ അടങ്ങിയതാണ് ആദ്യ കവിതാ സമാഹാരമായ അൺഡിസ്കവേർഡ്. 2-ാം കവിതാ സമാഹാരം ബ്രൂയിസസ് ആൻഡ് ബട്ടർഫ്ലൈസ് അടുത്ത ദിവസം പുറത്തിറങ്ങും. ഇതിൽ കുറേ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. They were very random, so the universe, nature, അതെല്ലാം, and like emotions, random topics ആയിരുന്നു. It's about nature and different animals like butterflies, leopards, അതെല്ലാം, and also it's about emotions. So the book is called Bruises and Butterflies. Bruises is about the different things that you go through growing up, like the different challenges or obstacles or the pain, and then butterflies is about the hope and the transformation into something better. ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ തമാരയുടെ പുതിയ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യും. പുതിയ നോവലിന്റെ എഴുത്തുപുരയിലുള്ള തമാര വയലിനിലും പാട്ടിലും തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് അഖാഖാൻ ഇന്റർനാഷണൽ അക്കാദമിയിൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ തമാരയ്ക്ക് ആഫ്രിക്കയിലെ കെനിയയിൽ നടക്കുന്ന ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള സ്കോളർഷിപ്പും ലഭിച്ചിട്ടുണ്ട്. Good things don't last, and life moves so fast. I never ask who is better. കവിതാ സമാഹാരവും നോവലുമൊക്കെയായി സാഹിത്യരംഗത്തേക്ക് ചുവടുറപ്പിക്കുന്ന തമാര നമ്പ്യാർ കണ്ണൂർ സ്വദേശി ജയദീപ് കൃഷ്ണന്റെയും ലക്ഷ്മി നമ്പ്യാരുടെയും മകളാണ്. ചന്ദ്രജോസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.